അന്നൊരു വാഹനത്തിന് കടന്നു പോകാൻ കഴിയുന്ന ആ കാലയളവിലെ സാഹചര്യത്തിനനുസരിച്ചുണ്ടാക്കിയ പാലമാണ്. പ്രളയാനന്തരം ഒരു പാലം നിർമ്മിക്കുമ്പോൾ ആ പാലം പരമാവധി ഭദ്രമായി തീരണമെന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് നേരത്തെ ഈ വകുപ്പ് കൈകാര്യം ചെയ്ത അന്നത്തെ ബഹുമാന്യനായ മന്ത്രി ഗോവിന്ദൻ മാസ്റ്റർ പ്രാഥമികമായി ലോക്കൽ ബോഡി വകുപ്പിന്റെ എഞ്ചിനീയർമാർ നൽകിയ പ്ലാനിന്റെ അനുസരിച്ച് 2-2.5 കോടി രൂപ മതിയാകും എന്ന സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്ന് 2-2.5 കോടി രൂപ മതിയാകും എന്ന സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്ന് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ എഞ്ചിനീയർമാർ വന്ന് സൂക്ഷ്മമായ പരിശോധന നടത്തിയപ്പോൾ പാലത്തിന്റെ ഡിസൈൻ മാറേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായാണ് നേരത്തെ 2 കോടിക്ക് നിർമ്മിക്കാൻ കഴിയും എന്ന് കണ്ടിരുന്ന പാലം 4 കോടി 30 ലക്ഷത്തിന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി പാലം ടെൻഡർ ചെയ്തത്.